ായിട്ട് ഇങ്ങോട്ട് കയറി വന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഡീപ്പോർട്ട് ചെയ്യും നമ്മള്. അതെ അതെ അതെ, മലയാളികൾ ചുരുക്കം ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ പിന്നെ ഡിപ്പെൻഡന്റിനൊക്കെ കൊണ്ടുവന്നിട്ട് ഉള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങോട്ട് വരുന്നെങ്കിലോ അങ്ങനെ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ്. SW കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്റ്റുഡൻസിന് തോപ്പിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എന്റെ പുറകിലിരിക്കുന്നവരാണ് എന്റെ ഫ്രണ്ട്സ്. ഇത് ആഷിക്കേട്ടൻ, ഇത് മരിയ. അപ്പൊ ഇവര് കഴിഞ്ഞ ഇൻടേക്കായ സെപ്റ്റംബർ വന്നതാണല്ലോ. നിങ്ങള് സെപ്റ്റംബറിൽ വന്നാണ് ഇവര് രണ്ടുപേരും. ആഷിക്കേട്ടന്റെ കോഴ്സ് ഏതായിരുന്നു? MBA. MSc ലോജിസ്റ്റിക്സ്. ഏതാ യൂണിവേഴ്സിറ്റി? റോഹാംപ്റ്റൺ. അപ്പൊ രണ്ടുപേരും റോഹാംപ്ടൺ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് അവരോട് ഈ ഒരു കൊല്ലം ഇവിടെ നിന്നതിന്റെ എക്സ്പീരിയൻസും ഉള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കൊല്ലമായിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണല്ലോ. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞ്. ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാല് ഇവിടെ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ്. നമ്മള് ആൾക്കാരും സറൗണ്ടിങ്ങും ഒക്കെ അടിപൊളിയാണ്. നമ്മൾ നാട് വെച്ച് നോക്കുമ്പോൾ പറയുമ്പോ നമുക്കിവിടെ ഫ്രീഡം എന്ന് പറയാൻ കുഴപ്പമില്ല. അത്യാവശ്യം എൻജോയ്മെന്റും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. സദാചാരക്കാരൊന്നും ഇല്ലല്ലേ? അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാരും സ്വന്തം കാര്യം നോക്കി. അതെ, നമ്മളിപ്പോ എന്ത് ചെയ്താലും ആരും അങ്ങനത്തെ ഒരു മൈൻഡാ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പിന്നെ നീ ഇപ്പൊ ജോലി ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റില് അല്ലേ? ആഷിക്കേട്ടൻ ജോലി ചെയ്യുന്നത് ഇപ്പൊ? ഞാൻ ഇപ്പൊ ഒരു പബ്ബിലും ഞാൻ പിന്നെ സ്റ്റേഡിയത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ജോലി കിട്ടാനുള്ള ഒരു കാര്യങ്ങളൊക്കെ? ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോ എനിക്ക് ഈ പബ്ബും സ്റ്റേഡിയം എല്ലാം അവസാന ടൈം ആയപ്പോഴൊക്കെ കറക്റ്റ് ആയത് ജോലി. ഫസ്റ്റ് വന്ന് നമ്മള് ലക്കിലൊരു നല്ലൊരു ജോലി കിട്ടി അത്രേ ഉള്ളൂ. അതെല്ലേ? പിന്നെ ഇവിടെ UK ആരെങ്കിലും ഉണ്ടെങ്കില് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു തരാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഒറ്റയ്ക്ക് വന്നാൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പിന്നെ നാട് വെച്ച് നോക്കുമ്പോ പിന്നെ എന്നാ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടെ? പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ ചിലപ്പോ തണുപ്പായിരിക്കും, ചിലപ്പോ മഴയായിരിക്കും, മഞ്ഞായിരിക്കും, ചിലപ്പോ ഒന്നും നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. ചൂട് വന്നാൽ നല്ല ചൂട്. ചിലപ്പോ ഒരു മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ മഴ മാറി നല്ല വെയിൽ വരുന്നത്. ചിലപ്പോ മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെയായിരിക്കും തണുപ്പ് മഞ്ഞ. അതെ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ക്ലൈമറ്റിന്. ഓക്കെ. പിന്നെ സ്റ്റുഡൻസിനും പിന്നെ റൂൾ അങ്ങനെ വന്നിട്ടുണ്ട്. സ്റ്റുഡന്റ് വന്നാൽ പോലും അവരെ ഡിപ്പെൻഡ് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് കമ്മിങ് ഇൻടേക്ക് തൊട്ടല്ലേ? കമ്മിങ് ഇൻടേക്ക്. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 2024 ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. അപ്പോ അവരുടെ UK ഗവൺമെന്റ് പ്ലാൻ എന്ന് വെച്ചാൽ മൈഗ്രേഷൻ ഇവിടുത്തെ കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റുഡൻസിനെ തന്നെ PSW കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്റ്റുഡൻസിന് തോപ്പിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ തുടങ്ങുന്നുണ്ടല്ലേ? കുറെ പേര് ഞാൻ കുറെ പേരോട് സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് സ്റ്റുഡൻസിനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് കുറെ പേരെ തോപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ക്യാഷ് ഇൻ ഹാൻഡ് അങ്ങനത്തെ കുറച്ച് മറ്റേ വെസ്റ്റ് ഹാമിലൊക്കെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ? നല്ല ചെക്കിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ക്യാഷ് ഇൻ ഹാൻഡ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് സ്റ്റുഡൻസ് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയും പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഒന്നും വീഴാതെ അല്ലേ? പക്ഷെ യൂണിവേഴ്സിറ്റിക്കാർ ഇപ്പൊ നമ്മള് കറക്റ്റ് പോയാലും ഒരു ബ്ലാക്ക് ഡോട്ട് എവിടെങ്കിലും അവർ കണ്ടുപിടിക്കും. അതെല്ലേ? അതിനിട്ട് നമുക്ക് ചേർക്കും. ഇപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആരും ചെയ്യാതെ നോർമൽ ആയിട്ട് 20 hours തന്നെ NI എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യാതെ കറക്റ്റ് 20 hours തന്നെ ചെയ്ത് അത് കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പൊ നല്ല ചെക്കിംഗ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഡീപ്പോർട്ട് ചെയ്യും നമ്മള്. അതെ. പിന്നെ ഡിപ്പെൻഡന്റിനൊക്കെ കൊണ്ടുവന്നിട്ട് ഉള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങോട്ട് വരുന്നെങ്കിലോ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ? ഇപ്പോ ഡിപ്പെൻഡന്റ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റുഡന്റിന് അടക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇനി അടുത്ത ഇൻടേക്ക് പോലെ ഞാൻ വന്നപ്പോ 16 ലക്ഷമായിരുന്നു. അപ്പൊ അതിനെക്കാട്ടും കൂടിയിട്ടുണ്ട്. നീ വരുന്ന ഇയറിലും നീയും കൂടും. ഇപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ കെയർ ഹോം വിസയ്ക്കും പുതിയ ഇപ്പോഴത്തെ ഗവൺമെന്റ് എല്ലാത്തിനും പുതിയ റൂള് ചേഞ്ച് ചെയ്യാം. നമ്മള് രാവിലെ എണീക്കണത് തന്നെ ഇപ്പത്തെ UK സ്റ്റുഡൻസ്, നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് പറയണത് രാവിലെ എണീക്കണത് തന്നെ പുതിയ റൂൾ എന്ത് ചേഞ്ച് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ എണീക്കണത്. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കുറച്ചുണ്ട്. എന്താ ഒരു സ്റ്റേബിൾ അല്ല അവിടെ. അതെ അല്ലേ?
അതിപ്പോ ഇനിയിപ്പോ ലിവിങ് എക്സ്പെൻസ് ആണേലും ഇപ്പൊ കൂടി ഗ്യാസിന്റെ ഒക്കെ ബില്ല് അല്ലേ, ഇപ്പോ റൂമിനൊക്കെ കൗൺസിൽ ടാക്സ് അങ്ങനെയൊക്കെ എല്ലാം. സ്റ്റുഡൻസിന് ഇപ്പൊ കൗൺസിൽ ടാക്സ് അടക്കണ്ട. പക്ഷെ നമുക്ക് 1 ഇയർ സ്റ്റുഡൻസിന്റെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുമ്പോ കൗൺസിൽ ടാക്സ് അടയ്ക്കണം. ഈ റൂമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എനിക്കാണേലും ഞാൻ നാട്ടിൽ നിന്ന് നോക്കിയപ്പോഴൊക്കെ റൂമൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. കിട്ടാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കയറി വരുമ്പോ തന്നെ കുറെ പേര് പറയും, അത് പറഞ്ഞാൽ ഇവിടെ റൂമുണ്ട്, നാട്ടിൽ നിന്ന് പൈസ ഇട്ടാൽ മതി, അതിൽ കുറെ ഫേക്ക് ഉണ്ട്. കുറെ സ്റ്റുഡൻസ് അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും, എനിക്ക് പൗണ്ട് തരാം, INR മതി. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഓരോ മെസ്സേജ്. ഫ്രോഡ് സംഭവിക്കാതെ കുറെ ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. ഇങ്ങനെ ഒരു പെണ്ണാണ്ട് യൂണിവേഴ്സിറ്റി അതന്നെ പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം പൈസ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് പറ്റി അവർക്ക്? അത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടില് പൈസ ഇട്ട് കൊടുത്തു, ഇവിടെ പൗണ്ട് കിട്ടിയില്ല. 1 ലക്ഷം നാട്ടിൽ അയച്ചു കൊടുത്തു, ഇവിടെ 1000 പൗണ്ട് വേണമായിരുന്നു. അത് കൊടുത്തില്ല അവര്. അവൻ 1000 പൗണ്ട് കൊടുത്തില്ല. ഈ പുള്ളിക്കാരിയാണെങ്കിൽ 1 ലക്ഷം നാട്ടിലോട്ട് അയക്കുകയും ചെയ്തു അവന്റെ അക്കൗണ്ടിലോട്ട്. എന്നിട്ട് അവൻ എനിക്കൊന്നും അയച്ചില്ല എന്ന് പറഞ്ഞൊരു രീതിയിൽ അങ്ങനെ നിന്നല്ലേ? വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നീ കേറി വരുന്നവർ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. നല്ലപോലെ പരിചയവും വിശ്വാസമുള്ളവർക്ക് മാത്രം പൈസ അയച്ചു കൊടുക്കുക. റൂമിന്റെ റെന്റ് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ തന്നെ എന്നോട് പറഞ്ഞത് നാട്ടിൽ നിന്ന് എനിക്ക് ഡെപ്പോസിറ്റും റെന്റും അയച്ചു കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് അയച്ചു കൊടുക്കുക ചെയ്തത്. കാരണം എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ ഒരു ഭാഗ്യത്തില് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നല്ലൊരു ഏജൻസിനൊക്കെ അതെ ആർക്കാ വിശ്വസിക്കാം. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ തന്നെ ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ട് മാത്രം ഇങ്ങോട്ട് കയറി വരിക. കാരണം ഒന്ന് ഹെൽപ്പിനാണേലും എന്തായാലും ഇവിടെ ഞാൻ വന്ന സമയത്തൊന്നും എനിക്കൊന്നും അറിയില്ല, എല്ലാം ഇവരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്കൊരു ബസ് കയറി പോകാനാണേലും ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ പൈസയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പറ്റിക്കപ്പെടുക ചെയ്യണം. കാരണം ഇവിടുത്തെ പൈസ ഒക്കെ എൻ്റെ കയ്യിൽ ഡിഫറെന്റ് ആണ് എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ വന്നിട്ട് 2 ആഴ്ചയായി. ഇപ്പൊ 2 ആഴ്ചയായി ഞാൻ ഏകദേശം വന്നിട്ട്. അപ്പൊ കുറെ നാൾ ഞാൻ പണിയൊക്കെ തപ്പി നോക്കി നടന്നു. ഇവരും കുറെ ഹെൽപ്പ് ചെയ്തു പണിയൊക്കെ തപ്പാൻ. അവസാനം ആഷികാട്ടം വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേഡിയത്തിൽ എനിക്കൊരു പണി കിട്ടി. ചെൽസി സ്റ്റേഡിയത്തിലാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി ഒരു 10 അവർ വർക്ക് ചെയ്തു. എനിക്കിനി 10 അവറും കൂടി കണ്ടുപിടിക്കണം ഒരു വീക്കിൽ. ഒരു പെർമനന്റ് ജോബ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും നീ ആ ചെൽസി സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ എന്നെ വിളിക്കും. അപ്പൊ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ജോലി ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ജോലി കിട്ടിയത്. പക്ഷെ നീ വരാൻ പോകുന്ന കുട്ടികൾക്ക്, കാരണം ആരും ഇല്ലാത്തവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമല്ലോ, കാരണം ഇത്രയും ക്ലോസ് ആയ ആരും ഇല്ലേൽ അവരൊന്ന് സൂക്ഷിക്കുക. ഇവിടെ കൂടുതൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ കസിൻ ആരെങ്കിലും ഉള്ളവരാണേലും ഇങ്ങോട്ട് കയറി വരുന്നതായിരിക്കും ഞാൻ പറയുന്ന ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി കുറേ വ്ളോഗർമാരൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ UK പറ്റി കുറേ കുറ്റങ്ങളും, കുറേ മലയാളീസാണ് ഇവിടെ, നമുക്കൊരു രസം ഉണ്ടാവില്ല, നമ്മൾ ഇന്ത്യ പോലെ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ക്രൗഡ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അറിവിൽ. ഒരു UK എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലെവലിലായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ കയറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ എങ്ങനെയാണോ നമ്മളൊരു ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്ലേസൊക്കെ എങ്ങനെയാണോ നമ്മുടെ മനസ്സിലുള്ള അതേ ഒരു രൂപത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ UK ഞാനിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. മലയാളികൾ ഞാൻ കൂടുതൽ ഹിന്ദിക്കാരെ ഇവിടെ കണ്ടിരിക്കുന്നത്. എന്നാൽ മലയാളികൾ ചുരുക്കം ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഈ പ്രദേശം ഓക്സ്ബ്രിഡ്ജിലാണ്. ചിലപ്പോൾ അതായോണ്ടായിരിക്കാം ഞാൻ കൂടുതൽ മലയാളികളൊന്നും കാണാത്തത്. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഈ കണ്ട യൂട്യൂബ് ചാനലൊന്നും നോക്കി പേടിച്ച് കയറി വരാതെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കയറി വരാം, ഒരു കുഴപ്പമില്ല. പിന്നെ വരുന്ന പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിൾ മീൻസ് നിങ്ങൾ ഇറങ്ങി ചോദിക്കണം. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഓക്സ്ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ ടൗൺ മൊത്തം ഞാൻ നോക്കി. പിന്നെ സ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ ലാംഗ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലേക്ക് നടന്ന് ചോദിച്ചു, ഓരോ കടയിലൊക്കെ കയറി ജോലിയുണ്ടോ. അപ്പം ഒന്നും മടിച്ച് നിൽക്കാണ്ട് നമ്മൾ അങ്ങനെ ജോലിയുണ്ടോ എന്ന് കയറി ചോദിച്ചാൽ മാത്രം നമുക്കൊരു നല്ലൊരു പെർമനന്റ് ജോലി കിട്ടുള്ളൂ. ഒരു 100 സ്ഥലത്ത് നമ്മൾ ചോദിച്ചാൽ അതിൽ ഒരെണ്ണമെങ്കിൽ നമുക്ക് ശരിയാവും. ശരിയായിട്ട് ഇങ്ങോട്ട് കയറി വന്നോ ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ കുറച്ച് പീരീഡ്സിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ജോലിയൊക്കെ കണ്ടുപിടിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്നുള്ളവരും പിന്നെ UK റൂൾസൊക്കെ പാലിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രം ഇനി കയറി വരേണ്ടതാണ്. ഞാൻ ഒരിക്കലും പറയില്ല ഇങ്ങോട്ട് കയറി വരുന്നതെന്ന്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കൺട്രിയും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്.
അപ്പോൾ ഞാൻ നല്ലപോലെ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കയറി വരുന്നതിൽ നിങ്ങൾ 100% കയറുമെന്ന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ.